എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇഫാന്റെ സ്കൂൾ ലൈഫ്. അവൾ പതിവ് പോലെ സ്കൂളിലോട്ട് പോവുകയാണ്. എന്നാൽ അവളുടെ ആ ഒരു ബസ് കാർഡ് ഉണ്ടല്ലോ, അത് അവൾ എടുക്കാൻ മറന്നിട്ടുണ്ട്. എന്നിട്ട് അവൾ കഷ്ടപ്പെട്ടിട്ട് അതിങ്ങനെ തിരയുകയാണ്. ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് പെട്ടെന്ന് അവളുടെ കാർഡ് യൂസ് ചെയ്തിട്ട് ഇവളുടെ ആ ഒരു ബസ്സിന്റെ ചാർജ് കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ നേരെ വന്നിരിക്കുകയും ചെയ്യും. ഇഫാന് ഇവൾ ആരാണെന്നൊന്നും ശരിക്കും അറിയ പോലുമില്ല. എന്നിട്ടും അവൾ വന്ന് ഹെൽപ്പ് ചെയ്തല്ലോ. ഇഫാനും അവളുടെ കൂടെ വന്നിരിക്കും. എന്നിട്ട് അവളോട് താങ്ക്സ് ഒക്കെ പറയും. എന്നിട്ട് പറയും, ഈ ക്യാഷ് ഞാൻ എന്തായാലും തിരിച്ചു തരാം, അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ഒരു ഡീറ്റെയിൽസ് തന്നാൽ ഇപ്പോൾ തന്നെ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ഇവൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നൊക്കെ പറയും. എന്നാൽ ഇവളാണെങ്കിലോ, ഈ ഒരു പെൺകുട്ടി എപ്പോഴും ഇങ്ങനെ മുഖം ഇങ്ങനെ എന്തോ ഒരു സങ്കടമുള്ളതുപോലെ ആരോടും ഒന്നും സംസാരിക്കാത്ത രീതിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇഫാനെ ഇവളിങ്ങനെ നോക്കി നിൽക്കുക എന്നല്ലാതെ പിന്നെ ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. ഇനി ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് നമുക്ക് പ്രസന്റ് ലൈഫിലോട്ട് വരാം. ഇവിടെ ഇഫാനെ അവൾ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അതും അവൾ സ്കൂൾ പഠിച്ചിരുന്ന ആ ഒരു നാട്ടിലോട്ട് തന്നെ. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കുകയാണ് ആ ഒരു പോലീസ് ഓഫീസർ. ശരിക്കും പറഞ്ഞാൽ ഇവളുടെ ഈ ഒരു ഇഫാൻ്റെ ഈ ഒരു പോലീസ് ഓഫീസർ ഇവളെ ഭയങ്കര ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഇവൾക്ക് പ്രത്യേക ഒരു ആനുകൂല്യം ഈ ഇൻവെസ്റ്റിഗേഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇഫാനെ ആ ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി വന്നപ്പോഴോ ഇഫാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ശരിക്കും ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ആൻറ്റി ഉണ്ടല്ലോ, ഇവളുടെ ആ ആൻറ്റിയുടെ മരുമകളാണ്. അതിൻ്റെ ഇടയിലാണ് ബോസ് ആ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇഫാൻ ആ ബോസിനെ തടഞ്ഞു വെച്ചിട്ട് താൻ സംസാരിക്കാമെന്നും പറയുന്നു. അങ്ങനെ പിന്നെ ഈ ബോസിന് ഇവളെ നന്നായിട്ട് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചാൻസ് അവൾക്ക് കൊടുക്കും. അങ്ങനെ ഇഫാനെ അവളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവളുടെ പേര് ഇഫാൻ ആണെന്നും എന്നിട്ട് ഇവളുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അതായത് ആൻറ്റിയുടെ മകൻ, അവരുടെ കസിൻ ആണെന്നും പറയുമ്പോഴാണ് ഈ ഒരു പെണ്ണ് ഇവളെ നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവളെ ഒന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇഫാൻ്റെ ആ അങ്കിളുണ്ടല്ലോ, അത് ഇഫാനെ ചെയ്തതുപോലെ തന്നെ ഇവളെയും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇവളും ആ ഒരു ട്രോമയിൽ തന്നെയാണ്. ഇഫാനെ അതിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവളിങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയും, ഞാനും നിൻ്റെ അതേ ഒരു സ്റ്റേജിലൂടെ തന്നെ കടന്നു പോയതാണ്. പിന്നെ ഞാൻ ഒരുപാട് തവണ സൂയിസൈഡ് ചെയ്താലോ എന്നും വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, അയാൾക്കും വേണ്ടിയിട്ട് നമ്മൾ മരിച്ചിട്ട് എന്താ കാര്യം? അയാൾക്ക് ഇവിടെ സ്വൈര്യ ജീവിതം നമ്മൾ അനുവദിക്കാൻ പാടില്ല. അത്രക്കും വലിയ ക്രിമിനലാണ് അയാൾ. പിന്നെ അയാളെന്നെ ഉപദ്രവിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് ദിവസം ഉറക്കം കിട്ടാതായി, ഭയങ്കര പേടിയായി, ഈവൻ എനിക്കത് ആരോടും പറയാൻ പറ്റാതായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഫാൻ അവൾ കടന്നുപോയ ആ ഒരു ട്രോമ മുഴുവൻ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അവൾ ഒരുപാട് ആരോടും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഉറക്കം കിട്ടാത്ത രാത്രിയിൽ പേടിച്ച് കിടക്കുന്ന ആ ഒരു രാത്രി എല്ലാം കരഞ്ഞു തീർക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. പിന്നെ കരഞ്ഞ് അവൾ ചെറുതായിട്ട് സ്ട്രോങ് ആയിട്ട് വന്ന് ഇപ്പോൾ അവൾക്ക് അതൊന്നും യേശൂല എന്ന രീതിയിൽ തന്നെ അവൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ സംസാരിക്കുകയാണ്. അതെല്ലാം കേട്ട ഈ ഒരു പെൺകുട്ടിക്കും ഭയങ്കര ഒരു ആത്മവിശ്വാസം വരുന്നത് പോലെ ഇഫാനെ നന്നായിട്ട് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളും ആ ഒരു കാര്യം, അന്ന് നടന്ന ആ ഒരു കാര്യം ഇഫാനോട് പറയുകയാണ്. ഈ ഒരു അങ്കിള് ഇവിടെ വീട്ടിലില്ലാത്ത ആരുമില്ലാത്ത സമയത്തെല്ലാം ഇവളെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി വരിക, അതൊക്കെ സർവ്വസാധാരണയായി. എന്നാൽ ഒരു ദിവസം അങ്ങനെ ഇവളിങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു അങ്കിള് വരുന്നത്. ഇയാളെ കണ്ടതും ഇവളാകെ പേടിച്ചു പോയി. എന്നിട്ട് ഈ അങ്കിള് ചോദിക്കും, എവിടെ ബാക്കിയുള്ളവരൊക്കെ എന്ന്. അതിൽ ഇവളുടെ ഹസ്ബൻഡ്, അതായത് ആൻറ്റിയുടെ മകന്, അവരൊരു ക്ലാസ് റീയൂണിയൻ ഉണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ട് പോയതാണെന്ന് പറയുമ്പോൾ ഈ അങ്കിളിന് ഭയങ്കര സന്തോഷം. അങ്കിൾ പറയും, ഹായ്, നിന്നെ സ്മെല്ല്, ഒരു പ്രത്യേക സ്മെല്ല്, നിൻ്റെ ബോഡി വാഷൊക്കെ മാറ്റിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെ അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു വിധത്തിൽ അവൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടുകൊണ്ട് അവൾ തിരിച്ച് ആ ഒരു വാഷ്റൂമിലോട്ട് തന്നെ കയറിയിട്ട് ഡോർ അടക്കും. അതിൽ അങ്കിള് അവർ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല, കിട്ടിയില്ല എന്നൊക്കെ രീതിയിൽ സങ്കടപ്പെട്ടുകൊണ്ട് പോകുന്നത് പോലെ അവിടുന്ന് ഡോർ അടിച്ച് പോകുന്നത് പോലെ പോകുകയാണ്. എന്നാൽ കുറച്ച് നേരം ഇവൾ ഇവിടെ ഇങ്ങനെ നിൽക്കും. പിന്നെ അങ്കിൾ പോയെന്ന് വിചാരിച്ചിട്ട് അവൾ മെല്ലെ പുറത്തോട്ട് വന്നിട്ട് നേരെ റൂമിലോട്ട് ഓടുന്ന ആ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ട് അങ്കിൾ അവളെ പിടിക്കുകയാണ്. പിടിച്ച് പിന്നെ അവളെ നന്നായിട്ട് ഉപദ്രവിക്കും. പിന്നെ അക്രമത്തിൻ്റെ ആ ഒരു എക്സ്ട്രീം സ്റ്റേജിലെത്തി അവൾ അലമുറയിട്ട് കരയുകയാണ്. അതിൻ്റെ ഇടയിലോട്ടാണ് ഇവളുടെ ഒരു ഭാഗ്യം പോലെ ആ ഒരു ആൻറ്റി കയറി വരുന്നത്. ആൻറ്റി ഇവിടെ ബഹളമൊക്കെ കേട്ടിട്ട് എന്താ സംഭവം എന്നറിയാൻ വേണ്ടി വന്നതും ഈ അങ്കിൾ അപ്പോൾ ഇവളെ കടിച്ച് പറിക്കുകയാണ്. അതിൽ ഇവളെ കണ്ടതും പിന്നെ ഈ അങ്കിൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടതും ആൻറ്റി അവരെയൊക്കെ മാറ്റി നിർത്തും. ഇവളാണെങ്കിലോ കരഞ്ഞ് ആൻറ്റിയെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷം, ഈ ആൻറ്റിയെ കണ്ടതിൻ്റെ ആ ഒരു സമാധാനം, ഈ ആൻറ്റി ആണെങ്കിൽ അവളെ നന്നായിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവനെ നന്നായിട്ട് വഴക്കും പറയും. എന്നാൽ അവനിക്കൊരു കൂസലുമില്ല. അവന് ഈ ഒരു ഇത്രയും നേരം അവളെ യൂസ് ചെയ്യാൻ കിട്ടിയല്ലോ, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. നന്നായിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. ആൻറ്റി ആണെങ്കിലും ഇവളെ വേഗം മറ്റൊരു റൂമിലോട്ട് കൊണ്ടുപോയി ഇരുത്തി നന്നായിട്ട് സമാധാനിപ്പിച്ച് അവളുടെ മുഖമെല്ലാം തുടച്ചു കൊടുത്ത് എന്നിട്ട് സമാധാനത്തോടെ പറയുകയാണ്, നീ ഇത് ഒരിക്കലും പോലീസിൽ അറിയിക്കരുത് കേട്ടോ. പിന്നെ നീ അറിയിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഭാവി എന്തായിരിക്കും, നാട്ടുകാരൊക്കെ നിന്നെ എങ്ങനത്തെ രീതിയിൽ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ
ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നെഗറ്റീവ് അടിപ്പിക്കുകയാണ്, ഭയങ്കര ബ്രെയിൻ വാഷും നടത്തുന്നുണ്ട്. എന്നിട്ട് അവന് കുടിച്ചുകൊണ്ട് ബോധമില്ലാതെ ചെയ്തു പോയതാണ്, അല്ലാതെ അവൻ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല, അവന് നിന്നെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഇയാളെ പോസിറ്റീവും പറഞ്ഞ് അടിച്ച് ഏൽപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അറിയാലോ ഇവൾക്ക് ഇതിന് മുന്നേ ഒരുപാട് അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൻറ്റി അങ്ങോട്ട് പോകും. എന്നിട്ട് ഇവളെ കിടത്തി നല്ല സേഫാണെന്ന രീതിയിൽ ഉറപ്പാക്കിയതിന് ശേഷമാണ് ആൻറ്റി പോകുന്നത്. എന്നിട്ട് അങ്കിളിനെ അവനെ നന്നായിട്ട് അടിക്കും. എന്നിട്ട് ഇവന് ചെയ്ത ആ ഒരു പണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പതുക്കെ ഈ ഒരു ആൻറ്റി ഇവനെങ്ങനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ അത് ഇവിടെ ഈ ഒരു പെണ്ണ് കേൾക്കുകയും പിന്നെ ഒന്നും നോക്കിയില്ല. അവൾ ഭയങ്കര സീക്രട്ടായിട്ട് അവളുടെ ഫോണിൽ അതെല്ലാം റെക്കോർഡ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ ഒരു ആൻറ്റി പറയുന്നുണ്ട്, നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു പേടി പോലും ഇല്ലല്ലോ, അന്ന് ചെയ്തതിൻ്റെ ഇതുവരെ എൻ്റെ പേടി പോയിട്ടില്ല. ആ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി നമ്മൾ എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് ആരും അറിയാതെ കുഴിച്ചു മൂടിയത്, ഇപ്പോഴും അവൾ എൻ്റെ സ്വപ്നത്തിൽ വന്ന് എന്നെ ഹോണ്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നു. എന്നാൽ അതെല്ലാം ഇവൾ റെക്കോർഡ് ചെയ്യുകയാണല്ലോ. എന്നാൽ ഇതിന് മുന്നേ ഒരു പെൺകുട്ടിയെ കൊന്നിട്ടുണ്ട് എന്നതൊക്കെ ഇവൾ കേട്ടതോടുകൂടി പിന്നെ ഇവൾ ആകെ പേടിച്ച് പിന്നെ അടുത്തതൊന്നും നോക്കില്ല, പോലീസിൽ അറിയിക്കുകയാണ്. അങ്ങനെയാണ് ഇവൾ ഇവിടെ വന്ന് പെട്ടത്. അങ്ങനെ ആ ഒരു കഥ ഇഫാൻ കേട്ടതും ഇഫാനും ഇവളെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. നിനക്ക് നല്ല ധൈര്യമുണ്ട്, എൻ്റെ പോലെയല്ല ഒരിക്കലും. അതിൽ ഈ ഒരു പെൺകുട്ടിയും പറയും, നമ്മളിതെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് എന്ത് കാര്യം, ഇവനെ അടുത്തത് ഞാൻ, പിന്നെ അത് കഴിഞ്ഞാൽ വേറൊരു പെൺകുട്ടി, അങ്ങനെ ഇവൻ്റെ സ്വഭാവം ഒരിക്കലും മാറില്ല, ഇവനെ എത്രയും പെട്ടെന്ന് പോലീസിൽ ഏൽപ്പിക്കുക, അതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്നും അവൾ പറയുന്നു. ഏതായാലും ഇഫാനും ഭയങ്കര ഹാപ്പിയായി. എന്നിട്ട് അവളിങ്ങനെ കൂടുതലായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പിന്നെ അവൾ പോവുകയാണ്. ഇൻ്റർവ്യൂ എല്ലാം എടുത്ത് കഴിഞ്ഞു. അങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ കാറിൽ വെച്ചിട്ട് ഇവർ കുഴിച്ചു മൂടിയ ആ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് അവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവളുടെ കൊളീഗ് ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു പേര് പറഞ്ഞതും ഇവളിങ്ങനെ ഈ ഒരു പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നും വിചാരിച്ചിട്ട് പണ്ട് അവളുടെ കയ്യിൽ ബസ് കാർഡ് ഇല്ലാത്ത സമയത്ത് ഹെൽപ്പ് ചെയ്ത ആ ഒരു കഥയിലോട്ട് വീണ്ടും പോവുകയാണ്. അതെ, ആ ഒരു പെൺകുട്ടി തന്നെയാണ് ഇവൻ കൊന്ന ഈ ഒരു പെൺകുട്ടി. എന്നിട്ട് ആ ഒരു ബസ് ഇറങ്ങിയതിന് ശേഷം ഇഫാന് അവളെ ഫോളോ ചെയ്തിട്ട് അവളോട് ആ ഒരു ക്യാഷ് എങ്ങനെയെങ്കിലും തരാമെന്നൊക്കെ പറയുമ്പോൾ ഇവൾ അത് വേണ്ട എന്ന് വീണ്ടും പറയുന്നു. ഏതായാലും പിന്നെ ഇവളെ പരിചയപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് ഏത് ക്ലാസ് ആണെന്ന് ചോദിക്കും. അങ്ങനെ പിന്നെ അവർ ചെറിയൊരു കുഞ്ഞൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആ ഒരു പേര് ഇപ്പോൾ ഇഫാന് കേട്ടപ്പോൾ നന്നായിട്ട് മനസ്സിലായി ആ ഒരു പെൺകുട്ടിയാണെന്ന്. അത് അറിഞ്ഞതും പിന്നെ അവൾക്കും ഭയങ്കര വിഷമമായി. ഇനി അന്ന് രാത്രി നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ ആന് അവളിങ്ങനെ ഈ ഒരു ജോലിക്കും വേണ്ടിയിട്ട് ഈ ഒരു നാട്ടിലോട്ട് അവനെ പിരിഞ്ഞു പോയതാണല്ലോ. എന്നിട്ട് വീഡിയോ കോൾ ചെയ്യാൻ ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അവർ വീഡിയോ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് അവളുടെ സുഖവിശേഷങ്ങളെല്ലാം ചോദിക്കും. അവസാനം ഇഫാന് അവൾ വന്ന കാര്യം അത് ഈ ഒരു അങ്കിളിനെ റിലേറ്റ് ചെയ്തതാണെന്നും അവനെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നും അവന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും എന്നിട്ട് ആ ഒരു പെൺകുട്ടി മരിച്ച കാര്യം എല്ലാം ഇവൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവനോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയും അവനെ കാണാത്തത് കൊണ്ട് തന്നെ അവന് ആ ഒരു നാട്ടിൽ തന്നെ ഉണ്ടായിരിക്കും, നീ നന്നായിട്ട് സേഫായിട്ട് നിൽക്കണം എന്നും പറയുന്നുണ്ട് ഇവനോടും ഇവള് വഴി നല്ല വൈരാഗ്യമുണ്ടല്ലോ അവനിക്ക്. പിന്നെ അവളുടെ ആ ഒരു പഴയ ആ ഒരു പോലീസ് ഓഫീസർ പണ്ട് ഹെൽപ്പ് ചെയ്ത ആ ഒരു പോലീസ് ഓഫീസറിനെ കണ്ടതും അവരെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയെന്നും എന്നിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം പറയും. എന്നിട്ട് അന്ന് അങ്കിൾ ഉപദ്രവിച്ച് കഴിഞ്ഞ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം പിന്നെ അവൾ ഇവിടെയാണ് താമസിച്ചിരുന്നതും അങ്ങനെ ആ ഒരു കഥയും കൂടി ഇതിൽ പറയുന്നുണ്ട്. അതിൽ പിന്നെ ഈ യാനും ഇവളെ സഹായിച്ച ഒരു വ്യക്തിയല്ലേ. അപ്പോൾ പിന്നെ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് 2 പേർക്കും കൂടി അവരെ പോയി കാണാമെന്ന് പറയുന്നു. അതിൽ ഇഫാൻ പറയും, എന്നാൽ പിന്നെ നമുക്ക് അവരുടെ മകളുടെ മാരേജ് ഉണ്ട്, അതിന് എന്ന ഡേറ്റ് ഒന്നും എനിക്കറിയില്ല, പക്ഷേ അതിന് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുന്നു. എന്നാൽ ഈ ഒരു മാരേജ് എന്ന് പറഞ്ഞതാണല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് ഇവളെ കളിയാക്കിക്കൊണ്ട് പറയും, നീ എനിക്കൊരു പുതിയ ഒരു ഐഡിയ എന്നോട് പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് അടുത്ത സ്റ്റെപ്പിനെ പറ്റി ആലോചിക്കാൻ ടൈം ആയിരിക്കുന്നു എന്ന് പറയുന്നു. അതിൽ ഇഫാന് പെട്ടെന്നൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല. എന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയും, ഏതായാലും ഈ മാസമല്ലേ നിൻ്റെ ബർത്ത്ഡേ, നീ നല്ലൊരു കാര്യം വിഷ് ചെയ്യ്, ആ ഒരു വിഷ് ഞാൻ നടത്തി തരാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാമെന്നും പറയുന്നു. അങ്ങനെ പിന്നെ ഇവർ ആസ് യൂഷ്വൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഫോൺ വെക്കും. പിന്നെ അടുത്ത ദിവസം ഇഫാന് നേരെ പോകുന്നത് ആ ഒരു മരിച്ച പെൺകുട്ടിയുടെ വീട്ടിലോട്ടാണ്. അവളുടെ അച്ഛനാണ് ഡോറ് തുറക്കുന്നത്. എന്നിട്ട് ഇവളാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന ID കാർഡ് ഇവൾ ജേർണലിസ്റ്റ് ആണെന്ന് ഈ ഒരു അങ്കിളിന് മനസ്സിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവൾ അത് പൊത്തിപ്പിടിക്കും. എന്നിട്ട് പറയും, ശരിക്കും എൻ്റെ ജോലി അതാണെങ്കിലും ഞാൻ ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ല, ഞാൻ നിങ്ങളുടെ മകളുടെ ഒരു പഴയ ഫ്രണ്ടാണെന്നൊക്കെ പറയുന്നു. പിന്നെ ഈ ഒരു അച്ഛൻ അവരുടെ മനസ്സിൽ ഒരുപാട് കാലമായിട്ട് കൂട്ടിക്കിടക്കുന്ന ആ ഒരു വിങ്ങലൊക്കെ ഇവളോട് ഷെയർ ചെയ്യുകയാണ്. എന്നിട്ട് പറയും, അവൾക്ക് 3 വയസ്സായ സമയത്താണ് അവളുടെ അമ്മ മരിച്ചത്, അതിനുശേഷം അവളെ നല്ല രീതിയിൽ തന്നെ വളർത്താൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാട് പെടുകയാണ്, ഞാൻ ഒരു ചെറിയൊരു സ്റ്റാൾ നടത്തുകയാണ്,
അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ അവളെ വളർത്തി. പക്ഷേ അവളുടെ സ്വപ്നങ്ങളൊന്നും എനിക്ക് ഒരിക്കലും നിറവേറ്റി കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇൻസിഡൻറ്റ് പറയുകയാണ്. അതായത് ഇവൾ മരിക്കുന്ന ആ ഒരു സമയത്ത് ഇവൾക്ക് നന്നായിട്ട് കഥയൊക്കെ എഴുതാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇവൾ ഒരു എഴുത്തുകാരി ആവണം എന്നാണ് ഇവളുടെ ഒരു ആഗ്രഹം. എന്നാൽ അച്ഛന് അതിന് ഭയങ്കര എതിരാണ്. അച്ഛൻ പറയുന്നത് ഇങ്ങനെ എഴുത്തൊക്കെ എഴുതി നിന്നാൽ ഒരിക്കലും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റില്ല, നന്നായിട്ട് പഠിച്ച് വേറെ നല്ല ഒരു അംബിഷൻ വേണം, എന്നാലേ ക്യാഷ് കിട്ടുള്ളൂ എന്ന് പറയുന്നു. അതിൽ പിന്നെ അങ്ങനെ അതും വേറൊരു ഹാഷായ രൂപത്തിൽ പറയുന്നത് കൊണ്ട് തന്നെ ഇവൾ പെട്ടെന്ന് തന്നെ പ്രൊവോക്ക് ആവുകയാണ്. ഇവൾ പറയും എനിക്ക് ക്യാഷ് ഒന്നും വേണ്ട, എനിക്കെൻ്റെ ഡ്രീം അച്ചീവ് ചെയ്താൽ മതി, എല്ലാവർക്കും ഓരോരോ ഇഷ്ടമുണ്ടാകില്ലേ എന്നും ഭയങ്കര രീതിയിൽ പറയുന്നു. പിന്നെ അവർ തമ്മിൽ ഒരു വഴക്കാണ്. ആ വഴക്കിന് ശേഷം അവൾ വീട് വിട്ട് ഇറങ്ങി പോവുകയും ആ ഒരു സമയത്താണ് ഇവിടെ അങ്കിളുടെ മുന്നിൽ പെടുകയും അങ്കിൾ ഉപദ്രവിക്കുന്നതും. എന്നിട്ട് ഈ ഒരു അച്ഛൻ പറയുന്നത് അവളുടെ റൂമിലോട്ട് ഇഫാനെ കൊണ്ടുവന്നിട്ടുണ്ടാകും. എന്നിട്ട് പറയും അവൾക്ക് ഇപ്പോഴും എന്നോട് ആ ഒരു ദേഷ്യം ഉണ്ടായിരിക്കുമോ, അന്ന് പോയി അവൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, ചിലപ്പോൾ ഞാൻ വിചാരിക്കും എന്നോട് പിണങ്ങിയിട്ട് എവിടെയോ ഒളിച്ച് നിൽക്കുകയാണ് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നും ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് സമാധാനിക്കാനൊക്കെ നോക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. പിന്നെ ആ ഒരു അച്ഛൻ എന്ന നിലയിൽ ആ ഒരു ആഗ്രഹങ്ങളൊന്നും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും പിന്നെ അവളെ നല്ല രീതിയിൽ വളർത്താൻ കഴിയാത്തത് കൊണ്ടും എല്ലാം ഭയങ്കര റിഗ്രറ്റ് അടിച്ചുകൊണ്ട് അച്ഛനെ തന്നെ ഇങ്ങനെ ശപിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അതെല്ലാം കേട്ടപ്പോൾ ഇഫാനും ഭയങ്കര വിഷമം വരികയാണ്. എന്നിട്ടിങ്ങനെ സമാധാനിപ്പിക്കുന്നുമുണ്ട്. ഇനി അന്ന് രാത്രിയും ഞാൻ പതിവ് പോലെ വിളിക്കുമ്പോൾ അവളോട് എന്ന തിരിച്ചു വരിക അവൻ്റെ അടുത്തോട്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവൾ പറയുന്നത് ആ ഒരു ഇൻവെസ്റ്റിഗേഷന് ഇവളെ ഇങ്ങനെ ആ ഒരു പോലീസ് ഓഫീസറിൻ്റെ ആളായത് കൊണ്ട് തന്നെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഇവളെ നിർത്തിയിട്ടുണ്ട് ഈ ഒരു മീഡിയ എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവളെ പെട്ടെന്ന് തന്നെ വരാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ പിന്നെ ഇവൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷനും ആ ഒരു റിപ്പോർട്ടിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്. പിന്നെ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷനൊക്കെ അതിൻ്റെ പാട് പോകുന്നുണ്ട്. എന്നാൽ ആ ഒരു അങ്കിളിനൊന്നും ആ പോലീസിനൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അയാൾ ഒളിവിലാണ്. ഇനി ഇഫാനെ തിരിച്ച് വന്നിട്ടുമുണ്ട്. അങ്ങനെ അവൾ അന്നത്തെ അവളുടെ ഓഫീസ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കൊളീഗ് അവളുടെ അങ്കിളാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അങ്കിളിനെ പറ്റി വിവരം കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അങ്ങനെ അവൾ ഇല്ലെന്നൊക്കെ പറയും. അതിൻ്റെ ഇടയിലാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്, നീ ഇന്ന് ഫ്രീ ആകോ, നിന്നെ ഞാൻ പിക്ക് ചെയ്യാൻ വേണ്ടി വരാം, എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവൾ പറയും ഞാൻ 8:30 ഫ്രീ ആകും, അപ്പോൾ വാ എന്ന്. അങ്ങനെ പിന്നെ ഇവർ പിക്ക് ചെയ്യാനുള്ള ആ ഒരു പരിപാടിയാണ്. ഞാനാണെങ്കിൽ അവൻ്റെ വർക്കൊക്കെ പെട്ടെന്ന് തീർക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഹോന് വന്നിട്ട് ഇവനുമായിട്ടൊന്ന് ചുറ്റി കറങ്ങണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ ഇവൻ വരുന്നില്ലെന്ന് പറയും. അതിൽ ഹോനെ ദേഷ്യം പിടിച്ചിട്ട് നീ ഇപ്പോൾ ഞങ്ങളൊന്നും തീരെ മൈൻഡ് ചെയ്യുന്നില്ല, എന്താ നീ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഭയങ്കര അഭിമാനത്തോടു കൂടി പറയും എനിക്ക് എൻ്റെ ഗേൾ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ പോകാനുള്ളതാണെന്ന് പറയുന്നു. അത് കേട്ടതും ഇവിടെ നിങ്ങളിപ്പോൾ തീരെ അങ്ങോട്ട് പിരിഞ്ഞ് നിൽക്കില്ലല്ലേ, ഏതായാലും നിങ്ങൾ രണ്ടുപേരും സെറ്റായ സ്ഥിതിക്കും പിന്നെ ഞങ്ങൾ രണ്ടുപേരും സെറ്റായ സ്ഥിതിക്കും നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഡേറ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്താലോ എന്നിങ്ങനെ പറയും. ഇനി അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇഫാൻ്റെ മെസ്സേജ് വരുന്നത്. അവളിപ്പോൾ ഫ്രീ ആയി, അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരാൻ വേണ്ടി പറയുകയാണ്. അതിൽ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ അവളെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് ഇവൻ പെട്ടെന്ന് മറ്റൊരു കാര്യം കാണുന്നത്. അതായത് ഈ അങ്കിള് അവൾ പുറത്തോട്ട് ഇറങ്ങുന്നത് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ആരുടെയും കണ്ണിൽ പെടാതെ ഒളിഞ്ഞു തിരിഞ്ഞ് അങ്ങനെ നടക്കുന്നു. എന്നാൽ ഇവന് കണ്ടതും ഈ അങ്കിളാണെന്ന് അറിഞ്ഞ ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പിന്നെ അവനൊന്നും നോക്കിയില്ല, നേരെ പോലീസിൽ വിളിച്ച് വിവരം അറിയിക്കുന്നു. അവരിങ്ങനെ ലുക്കൗട്ട് നോട്ടീസ് അയച്ച ഈ ഒരു വ്യക്തി ഇവിടെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ ഇവന് അങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നൊന്നുമില്ല, നേരെ അവൻ്റെ ബാക്കിൽ അങ്ങനെ പോവുകയാണ്. ഒരുപാട് കാലത്തെ പകയുണ്ടല്ലോ ഇവനാണ് ഇഫാനെ ആ ഒരു സ്റ്റേജിലോട്ട് എത്തിച്ചതും പിന്നെ ഇവർ തമ്മിലുള്ള ഇഫാനും ഞാനും തമ്മിലുള്ള ആ ഒരു സ്വപ്നങ്ങളും അവളുടെ ആഗ്രഹങ്ങളും എല്ലാം ഇവൻ കാരണമാണല്ലോ എല്ലാം വേറൊരു രീതിക്ക് പോയത്. എല്ലാത്തിൻ്റെയും ആ ഒരു സങ്കടവും ദേഷ്യവും എല്ലാം ഞാൻ നന്നായിട്ടുണ്ട്. ഈ അങ്കിളാണെങ്കിലോ ഇവനെ കണ്ടതും ഓടാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ പിന്നെ വിടോ, നേരെ അവൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഭയങ്കര ഫൈറ്റായി. അവൻ്റെ ആ ഒരു പക മുഴുവൻ ഇവൻ്റെ മുകളിൽ അങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്നാൽ അവസാന ഘട്ടത്തിൽ ഈ ഒരു അങ്കിള് അവൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു കത്തിയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവനക്കറിയാം അവൻ്റെ ലൈഫ് ഇനി അങ്ങോട്ട് ഒരു നല്ല നിലക്കാകില്ല പോകുക എന്ന്. പിന്നെ ആ ഒരു കത്തി ഉപയോഗിച്ച് നേരെ ഞാനെ കുത്തുകയാണ്. അതും ആദ്യം കൈകളിലും പിന്നെ അവൻ സെൽഫ് പ്രൊട്ടക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു വയറിലും ഒരു കുത്ത് കിട്ടുന്നുണ്ട്. ഇനി ആ ഒരു രംഗം കട്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഇഫാന് അവന് പിക്ക് ചെയ്യാൻ വേണ്ടി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. അപ്പോൾ താഴെ എത്തിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നെയും ഇതെന്താ എടുക്കാത്തത് എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വിളിക്കുമ്പോൾ എടുത്തതോ മറ്റൊരു സ്ത്രീ. എന്നിട്ട് പറയുന്നത് ഇത് ആരുടെ ഫോണാണെന്ന് അറിയില്ല, ഏതായാലും ഈ ഒരു വ്യക്തിക്ക് കത്തി കൊണ്ട് കുത്തി കിട്ടിയിട്ട് അവരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, ഫോൺ ഇവിടെ വീണ് കിടക്കുകയായിരുന്നു എന്ന് പറയുന്നു. അത് കേട്ടതും ഇഫാനെ പിന്നെ പേടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് ഓടി വരികയാണ് ആ ഒരു സ്പോട്ടിലോട്ട്.
അവിടെയാണെങ്കിലോ ആളുകളും പോലീസും ആംബുലൻസും അതുകൊണ്ട് ഒരു നിറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ എത്തിയിട്ട് വീണ്ടും ആ ഒരു ഫോണിലോട്ട് വിളിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയെ കാണുന്നു ഈ ഫോൺ എടുത്ത്. അതിൽ പിന്നെ ഇഫാന് ചോദിക്കും അവരുടെ പേര് യാനെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും പേര് എന്താണെന്നൊന്നും അറിയില്ല, അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, സ്കിന്നിയാണ്, പിന്നെ നല്ല ഭംഗിയുണ്ട്, പിന്നെ അത് മാത്രമല്ല അവർ കറക്റ്റായിട്ട് എനിക്ക് പറയാൻ അറിയില്ല, അവർ ചോരയിൽ മുങ്ങിയിട്ടായിരുന്നു നിന്നിരുന്നത് എന്ന് പറയുന്നു. പിന്നെ അവർ ഏത് ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോയത് എന്നൊക്കെ ഇവൾ ചോദിച്ച് അന്വേഷിച്ചതിന് ശേഷം നേരെ അങ്ങോട്ട് ഓടുകയാണ്. എന്നാൽ ആ ഒരു ടാക്സിയിൽ അവൾക്ക് എത്ര പോയിട്ടും അങ്ങോട്ട് എത്തുന്നില്ല. അവൾ ആകെ വറീഡാണ്, കരയുന്നു. പിന്നെ അവൻ്റെ ഫോണിൽ ഇങ്ങനെ വെറുതെ നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ആ ഒരു വാൾപേപ്പർ അത് കണ്ടതും ഇവൾക്ക് ഒന്നുകൂടെ ഭയങ്കര വിഷമം. ആ ഒരു ഫോണും കെട്ടിപ്പിടിച്ച് അങ്ങനെ കരയും. പിന്നെ ഇവന് പണ്ട് ഇവൾക്കൊരു വോയിസ് റെക്കോർഡർ കൊടുത്തിരുന്നല്ലോ, ആ ഒരു റെക്കോർഡർ ഇവളെപ്പോഴും കൊണ്ട് നടക്കും. അതിൽ ഇവന് പണ്ട് വോയിസ് റെക്കോർഡ് ചെയ്ത ആ ഒരു കാര്യം ഇവളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് ആണെങ്കിലോ അത് അതിൻ്റെ രൂക്ഷമായ സ്റ്റേജിലാണ്. പിന്നെ അവളൊന്നും നോക്കിയില്ല, ട്രാഫിക്കിൽ നിന്നും ഇറങ്ങി ഓടാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇടയിലാണ് അവൻ വിളിക്കുന്നത് ഒരു അൺനോൺ നമ്പറിൽ നിന്ന്. എന്നിട്ട് അവന് പറയും അവനക്ക് ചെറുതായിട്ട് പരിക്കുള്ളൂ, ചെറുതായിട്ട് കയ്യിൽമേ തട്ടിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇവൾ അവിടെ കണ്ട ചോരയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും അത് ചിലപ്പോൾ അങ്കിളിൻ്റെതായിരിക്കുമെന്ന്. ആക്ച്വലി ഇവനക്ക് മനസ്സിലായിട്ടുണ്ട് ഇവൾ എന്തായാലും ഈ ഒരു ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാകും, അപ്പോൾ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. ഇനി ഇവർക്ക് വല്ലാതെ പ്രശ്നമൊന്നുമില്ലെന്ന് ഇവൻ പറഞ്ഞപ്പോൾ തന്നെ ഇവൾക്ക് സമാധാനമായി. ഏതായാലും ആ ഒരു ഹോസ്പിറ്റലിലോട്ട് വരും. എന്നാൽ ഇവിടെ ഞാൻ പോലീസ് മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ കൂടെയുള്ള ഡോക്ടർ പറയും നിങ്ങളുടെ കൈയിന് 8 സ്റ്റിച്ചും വയറിന് ഇത്ര സ്റ്റിച്ചൊക്കെ ഉണ്ട്, ഇപ്പോൾ ഓക്കെ ആകും എന്നൊക്കെ പറയുന്നു. എന്നാൽ അത് കേട്ടുകൊണ്ടാണ് ഇവിടെ ഇഫാൻ വരുന്നത്. ഇത്രയും കുഞ്ഞു മുറിവിന് ഇത്രയും സ്റ്റിച്ചോ? എന്നിട്ട് ഇവനെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പോലീസും ഡോക്ടറും എല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ചോദിക്കും ഇതാണോ നിൻ്റെ ചെറിയ കട്ട്, ഇത്രയും സ്റ്റിച്ചുള്ള ഈ ഒരു കട്ടാണോ ചെറുത് എന്ന് പറയുന്നു. പിന്നെ അവൾ അങ്ങോട്ട് വയലൻ്റ് ആകും. ആ അങ്കിളിനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസിനെ അറിയിച്ചിട്ടും നീ എന്തിനായാലും അയാൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി, നീ എന്താ ഹീറോ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ ഇത്രയും കാലം അവളുടെ ഈ ഒരു മുഖം അവൻ കണ്ടിട്ടില്ല. അത്രയും ഭയങ്കര ടെററായിട്ട് കൊണ്ടാണ് അവൾ സംസാരിക്കുന്നത്. അത് പിന്നെ ഞാനും മനസ്സിലായി നീ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്. എന്നിട്ട് അവനൊന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് പറയും നീ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്. അതിൽ അവളും ഭയങ്കര വിഷമിച്ചുകൊണ്ട് പറയും നീ എന്തായി ചെയ്തത്, അവന് നിന്നെ കുത്തിയിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ, എനിക്ക് ഇനിയും നിന്നെ നഷ്ടപ്പെടാൻ വയ്യ, ഇനി ഇല്ലാത്തൊരു ലൈഫിനെ പറ്റി എനിക്ക് ആലോചിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ഒരു ഇഷ്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൽ ഞാനും ഭയങ്കര സന്തോഷമായിട്ട് പിന്നെ അവന് പറയും നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഫൈനലി നിനക്ക് നീതി കിട്ടിയില്ലേ, ആ ഒരു ദുഷ്ടൻ ഇത്രയും കാലം നിന്നെ ഉപദ്രവിച്ചതിൽ നിന്നെല്ലാം നിനക്കൊരു നീതി കിട്ടിയില്ലേ, അപ്പോൾ നീ സന്തോഷിക്കല്ലേ വേണ്ടത്. പിന്നെ അത് മാത്രമല്ല എനിക്കും നല്ല സന്തോഷമാണുള്ളത്, ഇത്രയും കാലമായിട്ടും നിന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും, നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും എന്നും പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് എനിക്കും അത് ചെയ്യാൻ പറ്റിയത്, അതിൽ ഞാനും ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ട് എന്നൊക്കെ ഭയങ്കര ഇമോഷണലായിട്ടാണ് അവന് പറയുന്നത്. എന്നിട്ട് ഇവൻ പറയുന്നത് പണ്ട് അവനോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു പോയല്ലോ, ആ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കണമായിരുന്നു നിനക്ക് വേറെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്, ഞാനത് ഒരിക്കൽ പോലും അന്വേഷിക്കാൻ വന്നിട്ടില്ലേ, നിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടില്ല, ഞാനത് സോൾവ് ചെയ്യാൻ നോക്കിയിട്ടില്ല, അതിലൊക്കെ ഇപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ നീ എന്നേ മുതൽ എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു എന്നും അവന് ഭയങ്കര റിഗ്രറ്റ് അടിച്ചുകൊണ്ട് പറയുന്നു. അതിൽ പിന്നെ അവൾക്കും വിഷമമായിട്ട് അവളും ഇവനിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറയും അല്ല ഇത്രയും വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടും നീ ഇത് എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കുന്നില്ലേ, അതും നിങ്ങളുടെ ചാനലിൽ കൊടുത്താൽ നല്ല റേറ്റിംഗ് കിട്ടും എന്ന് പറയുന്നു. അതിൽ ഇഫാൻ പറയും ഞാനിപ്പോൾ ഇതൊക്കെ കൊടുക്കേണ്ട സമയമാണല്ലോ, ആ ഒരു മൂഡിലാണല്ലോ, നീ എന്തൊക്കെയാ പറയുന്നത്. അതിൽ അവൻ പറയും എന്താ പ്രശ്നം, നീ ഇത് എന്തായാലും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോൾ അവന് അവിടെ തന്നെ പിടിച്ചിരുത്താനൊക്കെ നോക്കുന്നുണ്ട്. നീ ഇപ്പോൾ നടക്കണ്ട, മേലെ അനക്കണ്ട എന്ന് പറയുമ്പോൾ അവൻ പറയും എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളെയും ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് അവൻ പോവുകയാണ്. എന്നിട്ട് ആ ഒരു മൊമെൻ്റ് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കും. ഇനി ആ ഒരു ചെറിയ സീന്, അതായത് ഇവിടെ ആ ഒരു അടി അങ്കിളും യാനും തമ്മിലുള്ള ഒരു അടി, യാന് കുത്തിട്ടിട്ടും അവനൊരു നിമിഷം പോലും തളരാതെ അവൻ്റെ ആ ഒരു പ്രതികാരം അവനോടുള്ള എല്ലാം തീർക്കുകയാണ്. എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നു ഇഫാൻ്റെ ആ ഒരു സ്ലീപ്പ് വാക്കിങ്, ഇവനെ കൊണ്ട് അവൾക്ക് ലൈഫിൽ കിട്ടിയ ഓരോ പ്രശ്നങ്ങൾ, പിന്നെ എല്ലാ ബുദ്ധിമുട്ടുകൾ, സ്ട്രെസ്സ് എല്ലാം ഇവനാണല്ലോ കാരണം. എന്നിട്ട് ആ ഒരു ഇതെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇവനെ വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഫൈനലി അവൻ തളർന്ന് വീണപ്പോഴാണ് ഇവനിക്ക് സമാധാനമായത്. എന്നിട്ട് അവൻ്റെ ആ ഒരു മുഖം കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.